നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സൗദി വിഷൻ 2030 എന്നത് മുൻനിർത്തി വലിയ മാറ്റങ്ങളാണ് കൈക്കൊള്ളുന്നത്. ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായതോടുകൂടി തീരുമാനങ്ങളും അതിവേഗം തന്നെ മാറി മറിയുന്നു. ഇപ്പോഴത്തെ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ച് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് സാമ്പത്തിക ഭീമന്മാരിൽ ഒരാളായ അമേരിക്കയ്ക്കാണ് സൗദിയുടെ കൊട്ട്. ഇത് ഏറെ ആശങ്കയോടെയാണ് ഇന്ത്യയും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഉറ്റ സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയുമായി ഇത്തരത്തിൽ ഇടയൽ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ലോകരാഷ്ട്രങ്ങളെ ആകമാനം ബാധിക്കുന്ന സൗദിയുടെ മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. യുദ്ധം കാരണം ആഗോള എണ്ണ പ്രതിസന്ധി തുടരവെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. എണ്ണവില നിയന്ത്രിക്കാനായി അമേരിക്ക കരുതൽ ശേഖരത്തിൽ നിന്നും കൂടുതൽ എണ്ണ വിതരണം നടത്തിയാൽ അത് സമീപഭാവിയിൽ വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് മുന്നറിയിപ്പ് നൽകി. സൗദി ഊർജ്ജ മന്ത്രിയുടെ മുന്നറിയിപ്പ് ലോകത്ത് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സൗദിയുടെ ഏത് നടപടിയും ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം മൂലം ഉയർന്ന എണ്ണവില എമർജൻസി സ്റ്റോക്ക് ഉപയോഗത്തിലൂടെ കുറയ്ക്കാനായാണ് അമേരിക്കയുടെ ശ്രമം. അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് എണ്ണവില നിയന്ത്രണ വിധേയമാക്കുവാനായി നാഷണൽ സ്ട്രാറ്റജിക് റിസർവിൽ നിന്ന് 15 മില്യൺ ബാരൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാനാണ് ജോ ബൈഡന്റെ തീരുമാനം. എന്നാൽ ഇത് മണ്ടത്തരമായി പരിണമിക്കുമെന്നാണ് സൗദി മന്ത്രിയുടെ മുന്നറിയിപ്പ്. നേരത്തെ എണ്ണവില ഉയർന്നതിന് അനുസൃതമായി സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ എണ്ണ ഉൽപാദനം കൂട്ടണം എന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നു. എന്നാൽ ഉൽപാദനത്തിൽ കുറവ് വരുത്താനുള്ള തീരുമാനമായിരുന്നു സൗദി അടങ്ങുന്ന ഒപെക് രാജ്യങ്ങൾ കൈക്കൊണ്ടത്. ഈ തീരുമാനം റഷ്യയുടെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു അമേരിക്കൻ നിലപാട്. എന്നാൽ ആഗോള എണ്ണ വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക തീരുമാനം മാത്രമായിരുന്നു അത് എന്നായിരുന്നു ഇതിനെക്കുറിച്ച് സൗദിയുടെ പ്രതികരണം. അതേസമയം യൂറോപ്പിലേക്ക് മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയായാണ് സൗദി അറേബ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്നതെന്ന് സൗദി ഊർജ്ജ മന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൽമാൻ പറഞ്ഞു. പ്രതിദിനം 4,90,000 ബാരലായിരുന്ന എണ്ണ കയറ്റുമതി ഈ വർഷം 9,50,000 ബാരലായി ഉയർന്നു. അതേസമയം കൂടുതൽ ഇന്ധനം സൂക്ഷിക്കുന്നതിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നിലവിൽ വൻ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായും ആശയവിനിമയത്തിലാണ്. വിവിധ രാജ്യങ്ങൾക്ക് ഏറെ വിശ്വസ്തതയുള്ള എണ്ണ വിതരണ സഹകാരിയാണ് സൗദി. വിഷൻ 2030 സൗദി അറേബ്യ അപ്പാടെ മാറ്റിയിരിക്കുകയാണ്. പൗരന്മാരിൽ ആത്മവിശ്വാസവും സംതൃപ്തിയും വന്നിരിക്കുകയാണ്. വരും മാസങ്ങളിൽ സൗദിയിൽ നിന്ന് ആവശ്യമുള്ള എല്ലാവർക്കും എണ്ണ വിതരണം ചെയ്യുമെന്നും ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വിശ്വസ്തതയുള്ള എണ്ണ വിതരണ രാജ്യമായിരിക്കുമെന്നും അമീർ അബ്ദുൽ അസീസ് ബിൻ സൽമാൻ പറഞ്ഞു. അതേസമയം ദശാബ്ദങ്ങളായി തുടരുന്ന ആഗോള ഊർജ്ജ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കാൻ റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധി കാരണമായെന്ന് ഇന്റർനാഷണൽ എനർജി എമർജൻസി വെളിപ്പെടുത്തൽ. ഹരിത ഊർജ്ജ സംക്രമണം വർദ്ധിപ്പിക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരായതോടെയാണ് ഇത്. വേൾഡ് എനർജി ഔട്ട്ലുക്കിലാണ് NIA ഇക്കാര്യം പ്രതിപാദിക്കുന്നത്. റഷ്യൻ എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയുടെ വിതരണക്കുറവ് മൂലമുണ്ടായ സാമ്പത്തിക തടസ്സം അംഗീകരിക്കുമ്പോൾ തന്നെ ഫോസിൽ ഇന്ധന പദ്ധതികളിൽ നിക്ഷേപം ആവശ്യമില്ലാത്ത പരിസ്ഥിതി സൗഹാർദ്ദ സാഹചര്യം ഉയർന്നു വന്നു എന്നത് ശ്രദ്ധേയമാണ്. ഊർജ്ജ വിപണികളും നയങ്ങളും എന്നേക്കുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. IEA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാത്തിഫ് ബിറോൾ പറഞ്ഞു. ഊർജ്ജ ലോകം കൺമുന്നിൽ നാടകീയമായി മാറുകയാണ്. ശുദ്ധവും താങ്ങാനാവുന്നതും സുരക്ഷിതവുമായ ഊർജ്ജ സംവിധാനത്തിലേക്കുള്ള ചരിത്രപരവും നിർണായകവുമായ പ്രവർത്തനമാണിത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ആഗോള ഡിമാൻഡിൽ നിർണായകമായി ഉയർച്ച കാണുന്ന നയങ്ങൾ കൽക്കരി ഡിമാൻഡ് അടുത്ത ഏതാനും വർഷങ്ങളിൽ വളരെയധികം വർദ്ധിക്കുമെന്ന് വിലയിരുത്തുന്നു.